ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഈ ഒരു ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. ഇത് വെച്ച് നമുക്കിന്നൊരു അടിപൊളി ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഈ ക്ലോത്തിൽ നിന്ന് നമുക്ക് റൗണ്ട് ഷേപ്പുകൾ വരച്ച് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ അതൊന്ന് നിവർത്തി വെച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു അടപ്പ് വെച്ച് നമ്മളിതിൽ റൗണ്ട് ഷേപ്പുകൾ വരച്ചെടുക്കുകയാണ്. 6 എണ്ണം നമ്മളിതിൽ വരച്ചെടുക്കുന്നുണ്ട്. അത് വരച്ചെടുത്തതിന് ശേഷം നമുക്കതെല്ലാം കട്ട് ചെയ്തെടുക്കണം. ഇപ്പം നമ്മളതിൽ വരച്ചെടുത്തിട്ടുണ്ടായിരുന്നതെല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. നമ്മളിന്ന് ക്ലോത്ത് വെച്ച് ഫ്ലവറാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫ്ലവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സൂചിയിൽ നൂലൊക്കെ കോർത്തെടുത്തു. ഇനി നമ്മൾ ഓരോ റൗണ്ട് പീസും ഇതുപോലെ മടക്കി കൊടുക്കണം. അതിനുശേഷം ഈ ഒരു ഭാഗം നമുക്ക് സൂചിയിലേക്കൊന്ന് കോർത്തെടുക്കണം. ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. ക്ലോത്ത് വെച്ച് വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫ്ലവറാണ്. നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ റൗണ്ട് പീസുകളും നമുക്ക് ഇതുപോലെ തന്നെയാണ് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ ഓരോ ഇതളുകളും നമുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വേസ്റ്റ് ക്ലോത്തൊക്കെ വെച്ച് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി ചെയ്ത് വെച്ചിട്ടുള്ള പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാൻ ഇഷ്ടമുള്ളവരൊന്ന് പോയി കണ്ടു നോക്കണേ. വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ പറയണം. ഇപ്പം നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ പീസും നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തു. ഇനി നമ്മളത് ഇതുപോലെ ചേർത്ത് വെച്ചൊന്ന് തുന്നി കൊടുക്കണം. നല്ലതുപോലെ അവിടെ നിന്ന് തുന്നി കൊടുത്തതിന് ശേഷം നമ്മൾ ആ നൂല് കട്ട് ചെയ്ത് മാറ്റി. ഇതുപോലെയാണ് നമ്മളൊരു ഫ്ലവർ ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ വേറെ 2 ഫ്ലവറും കൂടെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. 3 ഫ്ലവർ 3 വലുപ്പങ്ങളിലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. വീണ്ടും നമ്മൾ ഈ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ മടക്കി ഒരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മൾ പൂമൊട്ടാണ് ചെയ്തെടുക്കുന്നത്. കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു പീസ് ഇതുപോലെ മടക്കി കൊടുക്കണം. ഇനി നമുക്കതിൻ്റെ ഈ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് ചുരുക്കി കൊടുത്തതിന് ശേഷം അവിടെ നൂല് വെച്ച് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ വേറെ കുറച്ച് പൂമൊട്ടുകൾ നമ്മൾ ചെയ്തെടുത്തു. പിന്നീട് നമ്മളിവിടെ പ്ലാസ്റ്റിക് കവറാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്ന് വീതി കുറഞ്ഞ 2 പീസുകൾ കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ പീസ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള പൂമൊട്ടിലേക്ക് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമ്മളിതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്കൊന്ന് ചുറ്റി കൊടുക്കുകയാണ്. ഇതുപോലെ നമ്മൾ എല്ലാ പൂമൊട്ടിലും ചുറ്റിയെടുത്തു. ഇനി നമ്മൾ പ്ലാസ്റ്റിക് കവറിൽ നിന്നും ഇലകളാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഇതിൽ നിന്നും വീതി കുറഞ്ഞ കുറച്ച് നീളത്തിലുള്ള ഇലകളാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മളിവിടെ ഇത്രയും ഇലകൾ കട്ട് ചെയ്തെടുത്തു. പിന്നീട് നമ്മളിവിടെ ഒരു കാർഡ്ബോർഡ് പീസാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് പല വലുപ്പങ്ങളിലുള്ള റൗണ്ട് പീസുകൾ വരച്ച് കട്ട് ചെയ്തെടുക്കണം. ഇപ്പം നമ്മളതിൽ 3 എണ്ണം വരച്ച് കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള റൗണ്ട് പീസുകൾ നമുക്ക് പ്ലാസ്റ്റിക് കവറിലേക്ക് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമ്മളിതിൽ ഓരോന്നിലും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒട്ടിച്ചെടുക്കുകയാണ്. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് 3ഉം അതിലേക്ക് ഒട്ടിച്ചെടുത്തു. ഇനി നമ്മൾ ഒട്ടിച്ചെടുത്തത് നമുക്ക് അതിൽ നിന്നും കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ 3 എണ്ണം ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. പിന്നീട് നമ്മൾ കെട്ടുകമ്പിയിൽ നിന്ന് 4 പീസ് എടുത്ത് ഇതുപോലെ ഒന്ന് പിരിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ആദ്യം ന്യൂസ് പേപ്പർ ഒന്ന് ചുറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ന്യൂസ് പേപ്പറിൽ നിന്ന് വീതി കുറഞ്ഞ പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കിതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്കൊന്ന് ചുറ്റിയെടുക്കണം. ക്ലോത്ത് വെച്ച് ചെയ്തെടുക്കാവുന്ന നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ ന്യൂസ് പേപ്പർ നമ്മൾ ചുറ്റിയെടുത്തു. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് പ്ലാസ്റ്റിക് കവറിൻ്റെ പീസ് ചുറ്റി കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ നിന്നും വീതി കുറഞ്ഞ പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ നമ്മളത് കട്ട് ചെയ്തെടുത്തു. ഇതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കതിന് മുകളിലായിട്ടൊന്ന് ചുറ്റി കൊടുക്കാം. ഇതുപോലെ നമ്മളത് ചുറ്റിയെടുത്തു.
ഇനി നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന പൂമൊട്ടുകളാണ് നമ്മൾ ആദ്യം അതിലേക്ക് വെച്ചു കൊടുക്കുന്നത്. ചെറിയ പൂമൊട്ട ആദ്യം നമ്മൾ ഇതിലേക്ക് വെച്ചൊന്ന് കെട്ടിക്കൊടുക്കുകയാണ്. നമ്മൾ നൂല് വെച്ച് കെട്ടിക്കൊടുക്കുന്നത് കാണാതിരിക്കാൻ വേണ്ടി അവിടെ നമ്മൾ പ്ലാസ്റ്റിക് കവറിന്റെ ചെറിയൊരു പീസ് ചുറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് 2 പൂമൊട്ടുകൾ ഇവിടെ ആയിട്ട് വെച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറന്നു പോകരുതേ. നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്കിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ പറയണം. പിന്നീട് നമ്മൾ ഇതിൻ്റെ താഴെയായിട്ട് ചെറിയ 2 ഇലകൾ ഇതുപോലെ ഒട്ടിച്ചെടുത്തു. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന റൗണ്ട് പീസുകളാണ് നമുക്കിതിലേക്ക് ഒട്ടിച്ചെടുക്കേണ്ടത്. ആദ്യം നമ്മൾ ചെറിയ റൗണ്ട് പീസ് ഇവിടെ ആയിട്ട് ഒട്ടിച്ചെടുത്തു. ഇതിലേക്ക് 2 ഇലകൾ കൂടെ നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ടാണ് ഏറ്റവും ചെറിയ ഫ്ലവർ ഒട്ടിച്ചെടുക്കേണ്ടത്. ഫെവിബോണ്ട് വെച്ചാണ് നമ്മൾ അതെല്ലാം ഒട്ടിച്ചെടുക്കുന്നത്. ഇപ്പൊ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഫ്ലവർ നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുത്തു. ഇനി നമുക്കിതിലേക്ക് അടുത്ത റൗണ്ട് പീസ് ഇവിടെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇതിലും നമ്മൾ 2 ഇലകൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അതിന് മുകളിലായിട്ടാണ് നമുക്ക് ഫ്ലവർ ഒട്ടിച്ചെടുക്കേണ്ടത്. ഇപ്പൊ നമ്മുടെ രണ്ടാമത്തെ ഫ്ലവറും നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുത്തു. ഇനി നമുക്ക് മൂന്നാമത്തെ റൗണ്ട് പീസ് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇതിൽ നമ്മൾ 3 ഇലകളാണ് ഒട്ടിച്ചെടുക്കുന്നത്. ഇപ്പൊ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന 3 പൂക്കളും ഇതുപോലെ അതിലേക്ക് ഒട്ടിച്ചെടുത്തു. ഇനി നമുക്ക് ഓരോ പൂക്കളുടെയും നടുക്കായിട്ട് വൂളൻ ത്രെഡ് ചെറുതാക്കി കട്ട് ചെയ്തതും കൂടെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ വൈറ്റ് കളർ വൂളൻ ത്രെഡ് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, ക്ലോത്തൊക്കെ വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ നമ്മുടെ ചാനലിൽ ക്ലോത്ത് വെച്ച് മുൻപ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ 3 പൂക്കളുടെ നടുക്കും വൂളൻ ത്രെഡ് ചെറുതാക്കി കട്ട് ചെയ്തത് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തു. ഇനി നമ്മളിതിൻ്റെ തണ്ട് ഇതുപോലെ ഒന്ന് വളച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ തണ്ടായിട്ട് നമ്മൾ കമ്പി വെച്ച് കൊടുത്തുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും നമുക്കിത് വളച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മളത് വളച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഫ്ലവർ നമ്മൾ ഈ ഒരു പേപ്പർ ഗ്ലാസ്സിനകത്തേക്കാണ് വെച്ച് കൊടുക്കുന്നത്. ഇതിൽ നമ്മളൊന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന പേപ്പർ ഗ്ലാസ്സിൽ മുഴുവനായും പെയിന്റ് ചെയ്ത് കൊടുത്തു. അതിനകത്തേക്ക് നമ്മൾ തെർമോക്കോളിൻ്റെ പീസൊക്കെ വെച്ച് കൊടുത്തു. തെർമോക്കോൾ പീസിൻ്റെ മുകളിൽ നമ്മളൊന്ന് പെയിന്റ് കൊടുത്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ നടുക്കായിട്ടൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കാൻ, നമ്മുടെ ഫ്ലവർ അതിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇനി നമ്മുടെ ഫ്ലവർ നമ്മൾ അതിനകത്തേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇതുപോലെ ഫ്ലവർ നമ്മൾ പേപ്പർ ഗ്ലാസ്സിനകത്തേക്ക് വെച്ച് കൊടുത്തു. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് വർക്കാണ്. അപ്പോൾ നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാനായിട്ടൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.